ചേർത്തല കാളികുളം ശ്രീവിലാസം NSS കരയോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ അധികാരമേറ്റു. ചേർത്തല കാളികുളം ശ്രീവിലാസം NSS കരയോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ യൂണിയൻ ആസ്ഥാനത്തെ മന്നത്ത് ആചാര്യന്റെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി അധികാരമേറ്റു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ദീപം തെളിയിച്ച ശേഷം സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ CB മോഹൻ നായർ, N. രാമേന്ദ്രൻ, അഡ്വക്കേറ്റ് C. മധു, NSS ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, കരയോഗം പ്രസിഡന്റ് P. അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് V. വിജയൻ ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചപ്പം അന്നേരം ഈ ഇരിക്കുന്ന കുട്ടികൾ ഒരാളെ പറഞ്ഞു അപ്പൊ A+ കിട്ടിയ കുട്ടിയാ. അപ്പൊ ആ കുട്ടി പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അപ്പൊ ഇയൊക്കെ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് LLB പാസ്സായി ഒരു വക്കീലാണ്, ജഡ്ജിയാണെന്ന്. അപ്പം ആ ഒരു താല്പര്യം പ്രധാനം. ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഇന്നത് ആളാകണം, അല്ലെങ്കിൽ എനിക്ക് വക്കീലാകണം, എനിക്കൊരു ഡോക്ടറാകണം. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴൊക്കെ ഡോക്ടറുടെ വേഷം, അയാളുടെ നടപ്പ്, ഇത് ബുക്കുകൾ, ഇതൊക്കെ നമ്മൾ അപ്പം നമ്മളൊരു വീട് വയ്ക്കുന്ന അവസരത്തിലാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വീടിന് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോഴാണ് എല്ലാവരും വീട് വയ്ക്കുന്നത്, അതല്ല നമുക്കത്ര അപ്പോഴാണ് താല്പര്യം എന്നതുപോലെ കുട്ടികൾക്ക് വ്യക്തമായൊരു ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ ആ നിയമ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ആ ഗവായി എന്നുള്ള പേര് ഓർത്തിരുന്നത്. അപ്പോൾ അതേപോലെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും അതിനുള്ള നിയന്ത്രണം കൊടുക്കുന്നതിനും ഒക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് രക്ഷകർത്താക്കൾ. അതുപോലെ തന്നെ ഇപ്പോൾ പല വീടുകളിൽ ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തിരുവല്ല, അതുപോലെ പത്തനംതിട്ട, ഈ ചേർത്തല ഭാഗത്ത് കുറവാണെന്നാണ് സർവേ നടത്തി പറയുന്നത്. പല വീടുകളിലും ഇപ്പോൾ പിന്നെ കുട്ടികളാണെങ്കിൽ വലിയ വീടുകളുണ്ടെങ്കിലും അവിടെയൊന്നും കുട്ടികളില്ല. വലിയ പ്രായമായ ആളുകളാണ് താമസിക്കുന്നത്. എല്ലാവരും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അവിടെയും ഇപ്പോൾ വലിയ ബന്ധപ്പാട് വന്നുകൊണ്ടിരിക്കുകയാണ്.